നിനക്കിപ്പോൾ തകർന്നു പോയതായി തോന്നുന്നുണ്ടോ? ഹൃദയം പൊട്ടിയതുപോലെ ശബ്ദമില്ലാതെ വേദനിക്കുന്നുണ്ടോ? നിന്റെ ഈ ഹൃദയത്തിലെ വിള്ളലുകളും വേദനകളും തന്നെയാണ് നിന്നെ ഏറ്റവും മനോഹരമായ ഒരാളാക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇതാണ് കിൻസുഗി, ഒരു ജാപ്പനീസ് കല. പൊട്ടിയ പാത്രങ്ങളെ ഒഴിവാക്കാതെ അതിൻ്റെ ഓരോ കഷ്ണങ്ങളെയും പൊൻനിറം കൊണ്ട് ചേർത്തൊട്ടിച്ച് അതിനെ മുമ്പത്തേക്കാൾ വിലപ്പെട്ടതാക്കുന്ന കല. കിൻസുഗി നമ്മുടെ ഒരു ശക്തമായ സത്യം പറയുന്നുണ്ട്. ഒരു പാത്രം പൊട്ടിപ്പോയാൽ അത് ഒഴിവാക്കേണ്ടതില്ല. പകരം അതിൻ്റെ പൊട്ടലുകൾക്ക്, അതിന് പറ്റിയ വിള്ളലുകൾക്ക് പൊൻനിറം ചേർക്കുമ്പോൾ അതൊരു അപൂർവ കലയായി മാറുന്നു. നിന്റെ ആത്മാവും അതുപോലെയാണ്. ഹൃദയവേദനകൾ, നിരാശകൾ, പരാജയങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, ഇവയാണ് നിന്റെ ഉള്ളിലെ വിള്ളലുകൾ. ഇവ നിന്റെ ദൗർബല്യങ്ങളല്ല. ഇവയാണ് നിന്റെ സഹനത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, അതിജീവനത്തിൻ്റെ അടയാളങ്ങൾ. നിന്റെ വേദനയെ നീ നിരസിക്കാതെ സ്വീകരിക്കുമ്പോൾ, അത് സ്നേഹത്താൽ, ബോധത്തോടെ, കരുണയോടെ നീ പരിചരിക്കുമ്പോൾ, നിന്റെ തകർന്ന ഹൃദയം പഴയതുപോലെ മടങ്ങി വരുന്നില്ല. പകരം അതിനേക്കാൾ തിളക്കമുള്ള, ആഴമുള്ള, പുതുമയുള്ള ഒരാത്മാവായി അത് മാറുന്നു. സോൾ കിൻസുഗി പ്രായോഗികമാക്കാനുള്ള ഒരു 4 ചുവടുകൾ. 1. നിന്റെ വിള്ളലുകളെ നീ തിരിച്ചറിയുക. വേദനയെ മറച്ചു വയ്ക്കേണ്ടതില്ല. അതിനെ ശ്രദ്ധയോടെ നോക്കുക, തിരിച്ചറിയുക. 2. സ്വയം സ്നേഹിക്കുക. അതാണ് നിന്റെ പൊൻനിറം. നിന്റെ വിള്ളലുകൾക്ക്, നിന്റെ വേദനകൾക്ക് സ്വർണ്ണ നിറം നൽകുന്നത് സെൽഫ് ലവ് ആണ്. നീ നിന്നെ തന്നെ കരുണയോടെ കൈകാര്യം ചെയ്യുക. 3. ഓരോ വിള്ളലുകളിൽ നിന്നും നീ പഠിക്കുക. ഓരോ വേദനയും നിന്നെ കൂടുതൽ ബോധമുള്ളവനാക്കുന്നു, കൂടുതൽ പക്വമാക്കുന്നു, കൂടുതൽ ശക്തിയുള്ളവളാക്കുന്നു. 4. നിന്റെ പുനർനിർമ്മിതമായ ആത്മാവിനെ നീ ആഘോഷിക്കുക. നിന്റെ വിള്ളലുകൾ നീ മറക്കേണ്ടതില്ല. വിള്ളലുകളെ നീ മറച്ചു വയ്ക്കേണ്ടതുമില്ല. അവ തന്നെയാണ് നിന്റെ ശക്തി. അവ തന്നെയാണ് നിന്റെ ധൈര്യം. ഓർക്കുക, ഒരു പൊട്ടിയ ഹൃദയം അല്ലെങ്കിൽ തകർന്ന ഹൃദയം കഥയുടെ അവസാനമല്ല. അത് നിന്റെ മാസ്റ്റർ പീസിൻ്റെ തുടക്കമാണ്. ഇന്നു മുതൽ നിന്റെ ജീവിതത്തെ ഒരു കിൻസുഗി പാത്രം പോലെ കാണുക. നിന്റെ വിള്ളലുകൾ മുറിവുകളല്ല, അവയാണ് നിന്റെ ശക്തിയുടെ പൊൻരേഖകൾ. ഇന്ന് തന്നെ ആരംഭിക്കുക. സ്വീകരിക്കുക. ശാന്തമാകൂ. സുതാര്യമാകൂ. നിന്റെ ആത്മാവിനെ തിളങ്ങാൻ അനുവദിക്കൂ. കാരണം തിളങ്ങുന്ന, അന്യമായ, സത്യസന്ധമായ ഒരാത്മാവാണ് സത്യത്തിൽ സുഖമായ ആത്മാവ്.